ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ആയാലോ. കോളേജിൽ നേരെ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ടപ്പോൾ തന്നെ ഏതാണ്ട് പാതി ആശ്വാസമായി. ഇന്ന് ചെറിയ സ്കിൻ കെയർ പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ മുടിയൊക്കെ സെറ്റാക്കി ഇനിയൊന്ന് ഫേസ് വാഷ് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്ന എത്തിഗ്ലോൻ്റെ വൈറ്റനിങ് ഫേസ് വാഷാണ്. അത് എനിക്ക് ബെസ്റ്റാണ്. ഓയിലി സ്കിന്നിനും അടിപൊളിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആൻഡ് ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിൽ നമുക്കറിയാൻ പറ്റും. ഇനിയൊന്ന് ഫേസ് റേസർ ചെയ്യണം. കുറേ നാളായി സ്കിന്നിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡീകൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഓയിൽ ഫ്രീയും ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറുമാണ്. ഇതും അടിപൊളിയാണ്. അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ നാൽപ്പാമരാജ തൈലാണ്. ഇത് ഞാൻ വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ ഉപയോഗിക്കൽ. വയനാട്ടിൽ തണുപ്പിലിരുന്ന് ഏതാണ്ട് തണുത്ത് മരവിച്ചിട്ടുണ്ട്. ഇനിയൊന്ന് ചൂടുവെള്ളത്തിലിട്ട് സെറ്റാക്കി എടുക്കണം. ഇത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ആൾക്കാർ മുതൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ തേക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഇതിട്ട് ഒരു 5 to 10 സെക്കൻഡ് മസാജ് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് ഇനി ഒരു 15 to 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന ടൈം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ റൂമും എൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എക്സാമിന് വന്നിടത്ത് നല്ല അലമ്പാക്കിയിട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് മേലെഴുകാനുള്ള ടൈമായി. ഇനി ഒന്ന് പോയി ചൂടുവെള്ളത്തിൽ മേലെഴുകിയിട്ട് വരാം. വയനാടായതുകൊണ്ട് പറയണ്ട, ചൂടുവെള്ളം മെയിനാണ്. പിന്നെ കുളിക്കുക എന്നുള്ള കാര്യം ഓർക്കേ വേണ്ട തണുത്തുള്ളതാണെങ്കിൽ. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ സെറ്റായി വന്നു. ഇപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഏതാണ്ട് സെറ്റായില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.